ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. 1 2 3 4 8 9 10. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? അവൻ കാണിച്ചു വിട്ടണേ. ബസറിന് ശേഷം പുറത്തു വന്നവർക്ക് സാധനങ്ങൾ ലഭിക്കില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു. അങ്ങനെ ടൈപ്പാ, വലിയ സമയം പിടിക്കില്ല. ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ. ഷാജിയേട്ടാ, അവനെ തീർത്ത് കളയേണ്ടത്. അവനേതോ വേട്ടാവളിയാണ്. ബസറിന് മുൻപ് പുറത്തു വന്നവർ ആരൊക്കെയാണ്? ബസർ അടിച്ചതിന് ശേഷമാണ് ഇവർ ഇറങ്ങിയത്. ബസറിന് മുന്നേ ഇവർ ഒരാളും ഇറങ്ങിയിട്ടില്ല. ബസറിന് മുൻപ് ആരും പുറത്തു വന്നില്ലെങ്കിൽ എടുത്ത വസ്തുക്കളെല്ലാം തിരികെ പണിപ്പുരയിലേക്ക് വെക്കും. ഇതിലും ഭേദം സസ്പെൻഷനോ തരംതാഴ്ത്തലോ ആയിരുന്നു. വന്നത് കണ്ടില്ലായിരുന്നോ? അപ്പൊ ഞാൻ വന്നത് കണ്ടു. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഇവരുടെ വാക്ക് കേട്ടിട്ട് ഞാനത് അകത്ത് വെക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ കളിച്ചു നേറിയത് ഇവന്മാരുടെ ഈ പൊള്ളയായിട്ടുള്ള വാക്ക് കേട്ടിട്ട് അകത്ത് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ്? എന്റെ അച്ചുവിടല്ല ഇത് കേട്ടില്ല. എന്റെ അച്ചുവിടല്ല ഇത് കേട്ടില്ല. ബിഗ് ബോസ്, ബിഗ് ബോസ് എന്റെ വഴി മാറും, എന്റെ വഴി മാറും, എന്റെ വഴി മാറും. അക്ബർ, ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അതായത് ഇവര് ബസർ അടിച്ചതിന് ശേഷമാണ് ഇവർ ഇറങ്ങിയത്. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ജിഷിൻ എടുത്ത വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അവനിക്ക് എപ്പോഴും രണ്ടാമത്തെ ബിഗ് ബോസ് പറയണം. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ബിഗ് ബോസ് പറഞ്ഞു കേട്ടു. ഇവനിക്ക് മാത്രം ഇവൻ ആളും ഉണ്ടെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.